നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അംബിക ആന്റിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി മറ്റൊരു ദിവസം എൻഗേജ്മെന്റിന് പ്ലാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെ, നമുക്ക് നല്ലൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വിവാഹം നടത്താം. വർമ്മ എന്തു പറയുന്നു? ശരി, അങ്ങനെ ആവട്ടെ. ഹാർട്ട് ബീറ്റ് കൂടുതലാ, പൾസും ലോയാ. അംബിക മാഡം, പേടിക്കണ്ട, റിലാക്സ്. ഞാനിതെവിടെയാ? ഇത് മാഡത്തിന്റെ റൂമല്ലേ, നോക്കേ. ദീപക്, ദീപക് എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മോനെ, അമ്മയ്ക്ക് എന്തു പറ്റി? ഒന്നുമില്ല അമ്മേ, അമ്മയും തലചുറ്റി വീണു, അത്രേ ഉള്ളൂ. എനിക്ക് നിൽക്കാൻ വയ്യ മോനെ, പറ്റുന്നില്ല. ശ്വാസം എടുക്കാൻ എന്തോ ബുദ്ധിമുട്ട് പോലെ, തല ചുറ്റുന്ന പോലെ. ഏയ് അംബിക മാഡം, ഒന്നുമില്ല, റിലാക്സ്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഒന്ന് ECG എടുത്ത് നോക്കുന്നത് നല്ലതാ. ഹാർട്ട് ബീറ്റിൽ ചേഞ്ചസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സംഭവിച്ചത് ഒന്നുകിൽ ഒരു പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു മൈനർ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം. അറ്റാക്കോ? ഏയ് ടെൻഷൻ ആവാതെ. തൽക്കാലത്തേക്ക് അംബിക മാഡത്തിന്റെ ജീവൻ അപായമൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കണം. അംബിക മാഡം ഇപ്പോഴുള്ളതൊരു പാനിക് മൂഡിലാണ്. അതാണ് ഈ ഹാർട്ട് ബീറ്റ് വരാനുള്ള കാരണം. ഇപ്പോ മാഡത്തിന് ഞാനൊരു ടാബ്ലറ്റ് തരാം. മാഡം ആദ്യം ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ. നല്ല സെഡേഷൻ ഉണ്ടാവും. 10 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ് തരാം. എണീക്കമ്മേ, കുടിക്ക. മോനെ, വർമ്മ സാറേ. ആ രാജു, എനിക്കത് സഹിക്കാനാവുന്നില്ല. ചേച്ചി ഇങ്ങനൊരു അവസ്ഥയിൽ. നിനക്കറിയോ, ചേച്ചിയോടൊപ്പം ഞാൻ വളർന്നത്. ചെറുപ്പം മുതലേ ചേച്ചി പറഞ്ഞതിനൊന്നും ഞാൻ മറുവാക്ക് പറഞ്ഞിട്ടില്ല. എന്റെ മനസ്സിൽ അമ്മയുടെ സ്ഥാനം ചേച്ചിക്ക്. ചേച്ചി എനിക്ക് നഷ്ടമായ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി സാർ, പക്ഷേ സാറ് ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല. അംബിക മാഡം ഓക്കെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോ ടാബ്ലറ്റ് കഴിച്ചതിന്റെ സെഡേഷനില് മാഡം ഉറങ്ങുക. 10 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ്സ് ഡോക്ടർ കുറിച്ച് തന്നിട്ടുണ്ട്. സാറ് വിഷമിക്കണ്ട, അംബിക മാഡത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. എല്ലാത്തിനും കാരണക്കാരൻ അവനാ, ദീപക്. ചേച്ചി എന്ത് നല്ല മനസ്സുള്ള ആളാ. എന്നാ നേരെ ഓപ്പോസിറ്റാ അവന്റെ ക്യാരക്ടർ. മേലും കീഴും നോക്കാതെ അവൻ ഓരോന്നും ചെയ്യും. അവസാനം നാണം കെടുന്നതും വിഷമിക്കേണ്ടി വരുന്നതും ചേച്ചി. വർമ്മ സാർ എന്നോട് ക്ഷമിക്കണം, ഞാനും കുറച്ച് അതിരുവിട്ട് പെരുമാറിപ്പോയി. സ്ത്രീകളെ ക്ഷമിക്കണം. സംഭവിക്കാൻ പാടില്ലാത്തൊക്കെയാ സംഭവിച്ചത്. ജോത്സ്യം പറഞ്ഞതനുസരിച്ച് ഇനിയൊരു 3 മാസം കഴിഞ്ഞാൽ നല്ലൊരു മുഹൂർത്തമുള്ളൂ. ചേച്ചി ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോ. അങ്കിൾ ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. ശുഭകാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് എന്റെ അച്ഛനമ്മയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
ഒരുപാട് ഫോർമാലിറ്റീസിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഹൃതികയെ കണ്ട ആദ്യ നിമിഷം തന്നെ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതായിട്ടാ എന്റെ മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്നത്. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം പരസ്പര സ്നേഹത്തിലല്ലേ അങ്കിൾ? ആ, എനിക്കും ഹൃതികയ്ക്കും ഇടയിൽ അതുണ്ടെങ്കിൽ പിന്നെ എൻഗേജ്മെന്റ് ചടങ്ങ് മുടങ്ങിയതിൽ എന്തിരിക്കുന്നു? കേട്ടില്ലേ പ്രതാപ, ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്, അല്ലേ ശ്രീയല്ലേ? അതെ. ഈ ജാതകത്തിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. പിന്നെ വിശ്വസിക്കുന്നവരോട് ഒരു എതിർപ്പുമില്ല. അംബിക ആന്റിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി മറ്റൊരു ദിവസം എൻഗേജ്മെന്റിന് പ്ലാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെ, നമുക്ക് നല്ലൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വിവാഹം അങ്ങ് നടത്താം. വർമ്മ എന്തു പറയുന്നു? ശരി, അങ്ങനെ ആവട്ടെ. ആ, രാജു, ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. നീ ചെന്ന കാര്യങ്ങൾ നോക്ക്. ആ ശരി സർ. മോനെ അശ്വിൻ, നിങ്ങൾ ചെന്ന് ഭക്ഷണം കഴിക്കാം. ഞാൻ ചേച്ചിയെ കണ്ടിട്ട് വരാം. ശരി അങ്കിൾ, നടക്കച്ച. ആ, വാ. എന്തൊക്കെ ജാതകം നോക്കിയാലും എത്രയൊക്കെ വലിയ ജ്യോത്സ്യന്മാർ തീയതി കുറിച്ചാലും ചില ഗ്രഹനിരകളുടെ കണക്കിൽ ഒരല്പം പിഴവ് വന്നാൽ മതി മോളെ. പിന്നെ കഴിഞ്ഞു കഥ. നമ്മുടെ കയ്യിൽ എന്തിരിക്കുന്നു? എല്ലാം തീരുമാനിക്കുന്നത് മുകളിലുള്ള ഈശ്വരനല്ലേ. മോതിരം മാറ്റം വരെ എത്തിയ ചടങ്ങ് മുടങ്ങിപ്പോയെന്ന് കരുതി മോള് വിഷമിക്കൊന്നും വേണ്ട. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കും. അതെ, സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് മാത്രം ചിന്തിച്ച് സമാധാനായിട്ടിരിക്കെ. ആ അംബിക മാഡത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മായിക്ക് ഡോക്ടർ ടാബ്ലറ്റ് കൊടുത്തു. വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അമ്മായിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് അവര് ചെയ്തതിന്റെ ശിക്ഷയായിരിക്കും. അങ്ങനെയൊന്നും പറയണ്ട മോളെ. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. അംബിക മേഡത്തിന് വേഗം സുഖാവട്ടെ എന്നാ എന്റെ പ്രാർത്ഥന. മോള് കൂടുതലൊന്നും ആലോചിക്കുകയും വിഷമിക്കുകയും ഒന്നും വേണ്ട. ചെന്ന് സമാധാനായിട്ടിരിക്കും. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. വാ. ഋതു, ഞങ്ങൾ ഇറങ്ങോ? ശ്രീ, ഐ എം സോറി ശ്രീ. അതൊന്നും സാരമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.